ഹലോ ഗൈസ് വാട്സ്ആപ്പ്. അപ്പോൾ ഗൈസ് നമ്മൾ ലെറ്റ്സ് പ്ലേയുടെ അടുത്തൊരു പാർട്ടുമായിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ തത്തമ്മ എവിടെയെന്ന് ഗൈസ്. അത് ഗൈസ് ഇന്നലെ ഞാനൊരു മൈനിങ്ങിന് പോയായിരുന്നു. അപ്പോഴത്തേക്കും ആ തത്തമ്മ എവിടെ പോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഗൈസ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഗൈസ് നമ്മളിവിടെ ഒരു ഷെൽഫ് ഒരു കുഞ്ഞ് ഷെഡ് ഉണ്ടാക്കി വെച്ചിരുന്നല്ലോ ഗൈസ്. ഈ ഷെഡൊന്ന് ക്രീപ്പർ ഇവിടെ പൊട്ടിച്ച് നാശമാക്കിയായിരുന്നു. നമുക്കൊന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ശരിയാക്കി എടുത്തിട്ട് നമുക്ക് ഇവിടെ ഫുള്ള് കുറച്ച് ചെസ്റ്റ് ഉണ്ടെന്ന് അറിയണം. നമ്മുടെ ഒരു സ്റ്റോറേജ് സിസ്റ്റം ആക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അതാണ് ഇതൊരു സ്റ്റോറേജ് സിസ്റ്റം എങ്ങനെയെങ്കിലും ആക്കിയെടുക്കണം. പൈസ ഇതൊന്ന് ശരിയാക്കി എടുക്കട്ടെ. ഗൈസ് ഈ ക്രീപ്പർ നാശമാണ് ഗൈസ്. നിങ്ങൾ പറ, ക്രീപ്പർ നാശമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് യെസ് ഒന്ന് കമൻറ്റ് ചെയ്യും. ക്രീപ്പർ നാശമാണെങ്കിൽ യെസ് ഒന്ന് കമൻറ്റ് ചെയ്യും നിങ്ങളെല്ലാവരും. എനിക്കറിയാം എല്ലാവരും യെസ് എന്ന് കമൻറ്റ് ചെയ്യുന്നത്, കാരണം മൈൻക്രാഫ്റ്റ് കളിക്കുന്ന പ്ലേയേഴ്സിനെ അറിയാം ക്രീപ്പറിനെ കൊണ്ടുള്ള സവിശേഷത. ഇതെന്ത് കഷ്ടമാണ് പന്ന കവിത. അപ്പം ഗൈസ് ഞാൻ എൻ്റെ ഒരു ആക്സ് ഉണ്ട് ഗൈസ്. ഒരാക്സും കൂടെ ഉണ്ടാക്കിയിട്ട് ഞാൻ കുറച്ച് ചെസ്റ്റിങ് ക്രാഫ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവച്ചിട്ട് അപ്പം ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ചെയ്യാം ഗൈസ്. നമുക്ക് കുറേ അല്ലാതെ 8 ചെസ്റ്റ് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഗൈസ്. നമുക്കിപ്പോഴത്തേക്ക് ഇത്ര മതിയാവും, കാരണം നമ്മൾ അത്രയ്ക്ക് വലിയ മൈനിങ്ങിനൊന്നും ഇപ്പോൾ ഇറങ്ങൂല ഗൈസ്. ഇറങ്ങും, നമ്മൾ അത്രയ്ക്ക് വലിയ ബിൽഡൊന്നും ഉണ്ടാക്കാനല്ല ഉദ്ദേശിക്കുന്നില്ല. എന്നാലും എനിക്ക് ആവശ്യത്തിനുള്ള സ്റ്റോറേജ് സിസ്റ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഗൈസ് ഇവിടെ അടുത്തൊരു കേവ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. അതിൻ്റെ അകത്തുനിന്ന് ഇറങ്ങിയിട്ട് എനിക്ക് അയൺ കിട്ടണമുണ്ടോ എന്ന് നോക്കട്ടെ ഗൈസ്. ഇതാണ് ആ കേവ്. കണ്ടിട്ട് അങ്ങോട്ട് നിരപ്പെട്ട് ഇവിടെ നിന്നാണ് ഗൈസ്. അടിയിലൊരു ദാമോദരൻ സ്കെലിട്ടൺ തോന്നിക്കുന്നു ഗൈസ്. നമുക്കിപ്പോൾ ഒരു കാര്യം ചെയ്താലോ, കുറച്ച് മറ്റേ സ്കഫോർഡിങ് ഉണ്ടാക്കിയാലോ. ഇവിടെ ഫുള്ള് ബാമ്പ് കുറച്ചുണ്ടോ നിലനുണ്ട് കണ്ട ഗൈസ്. എൻ്റെ സീഡാണ്. നിങ്ങൾക്ക് സീഡ് വേണമെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. ഇപ്പോൾ ഈ വീഡിയോ എനിക്ക് ടൈമില്ല ഗൈസ്, സ്കൂളിൽ പോകണം. ഇപ്പോൾ ഗൈസ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ സീ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. നമ്മൾ അതിനാണ് മെയിനായിട്ട് നിന്നത്. പക്ഷേ നമ്മളെ ഈ സ്റ്റോറേജ് സിസ്റ്റം കൊണ്ടൊന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് ഈ സ്മെൽറ്റിങ്ങിനൊക്കെ ഈ കോൾ ഉപയോഗിക്കണക്കാട്ടി ഈ കെൽപ്പ് ഉപയോഗിക്കണമെന്നാണ് കുറേ പേര് പറയുന്നത്. വെള്ളത്തിൻ്റെ അടിയിൽ രാജാക്കന്മാർ. അയ്യോ ഗൈസ്, വെള്ളത്തിൻ്റെ അടിയിൽ കുറച്ച് രാക്ഷസന്മാരുണ്ട്. അവരുടെ പേര് പറയുകയാണെങ്കിൽ ഡ്രൗൺ എന്നാണ് ആ നാശം പിടിച്ച പേര്. നമുക്ക് ഓടിക്കോ അങ്ങോട്ടല്ലേ നമ്മളോട് അങ്ങോട്ട്. നമ്മൾ ജസ്റ്റ് മിസ്സിനൊന്ന് രക്ഷപ്പെട്ടു ഗൈസ്. ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയ സൗണ്ട് വിഷയം കാണുന്നു, നിങ്ങൾ വിഷയമാക്കരുത്. നമുക്ക് വീടെത്തിയിട്ട് മൈനിങ്ങിന് പോവാം. ഓക്കെ, ഞാൻ മൈനിങ്ങിന് കോപ്പർ കണ്ടുപിടിച്ചു ഗൈസ്. നമുക്കിപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഇപ്പോഴത്തെ വെർഷൻ്റെ അകത്ത് കോപ്പർ കൊണ്ട് ഉപയോഗമുണ്ട് ഗൈസ്. നമുക്ക് കോപ്പർ കൊണ്ട് ആർമറും പിക്കാക്സൊക്കെ ഉണ്ടാക്കാം ഗൈസ്. ഞാനിങ്ങനെ മൈൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആലോചിക്കുകയാണ്, അവിടെ കുറേ ബാമ്പ് നിൽക്കുകയല്ലേ. നമുക്കിപ്പോഴേ ബാമ്പ് വെച്ച് ബ്ലോക്ക് ഉണ്ടാക്കാൻ പറ്റില്ല, ബാമ്പു ബ്ലോക്ക്. നമുക്ക് അത് വെച്ച് നമ്മൾ പുതിയ ബേസ് ഉണ്ടാക്കിയാലോ? നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളെ കമൻറ്റ് ഓരോരോ കമൻറ്റും വിലപ്പെട്ടതാണ്. ഓക്കെ, നിങ്ങൾ കമൻറ്റ് ചെയ്യും അങ്ങനെ വീട് വയ്ക്കണോ അല്ലെങ്കിൽ വല്ല ഡെക്കറേഷൻ ബ്ലോക്കായിട്ട് ഉപയോഗിക്കണമെന്ന്. ഓക്കെ, ഞാൻ ബാക്കി മൈൻ ചെയ്തിട്ട് അയൺ കിട്ടണമെങ്കിൽ നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം
ഗൈസ് നമ്മൾ മൈൻഡ് ചെയ്തുകൊണ്ട് പോകണം. ഒരാൻ പോലും ഇതുവരെയായിട്ടും കിട്ടില്ല ഗൈസ്. ഗൈസ് അയൺ കിട്ടി ഗൈസ്. നോക്ക് ഗൈസ്, അയൺ എന്നെ നോക്കി ചിരിക്കുന്നു. എന്തോ ഒരു കള്ളച്ചി. ഗൈസ് 3 എണ്ണം ഉണ്ട് ഗൈസ്. 4 എണ്ണം ഉണ്ട് ഗൈസ്. നമുക്ക് 5 എണ്ണം. 6 എണ്ണം. ഗൈസ് പൊളി. ഇത് പൊളി. ഇത് പൊളി ഗൈസ്. ഇന്ന് എനിക്കൊരു ബക്കറ്റ് ഉണ്ടാക്കി എനിക്കൊരു കുഞ്ഞ് ഫാമിലി ആൻഡ് ഉണ്ടാക്കണം. ഗൈസ് ലാഗ് അടിക്കുന്ന ഗൈസ്. അപ്പം ഇനിയും ഞാൻ 2-3 അയൺ കിട്ടിയിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ നേരത്തെ എടുത്ത കോപ്പറിൽ നിന്ന് നമ്മൾ ഒരു പാൻറ്റും ഒരു തൊപ്പിയും ഒരു ചെരുപ്പും ഒരു ഉടുപ്പും വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പം എങ്ങനെ നോക്ക്, എന്ത് ചന്തല്ലേ. ഞാൻ ചന്തം മാനാണ്. സൂപ്പർമാൻ, സൂപ്പർ കോപ്പർമാൻ. ഇന്ന് കോപ്പർമാൻ. ഈ കോപ്പർമാൻ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് കുറച്ച് അയൺ ഇരിക്കണം ഗൈസ്. നമുക്ക് അയൺ മെൽറ്റ് ചെയ്യാൻ വയ്ക്കാം. അയ്യോ കോപ്പർ എടുത്തില്ല ഗൈസ്. പിന്നെ ഞാനാണെങ്കിൽ എൻ്റെ സാമ്രാജ്യത്തിൻ്റെ പണി ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് സ്റ്റോൺ കൂടെ വേണം ഗൈസ്. ഞാൻ സാമ്രാജ്യത്തിന് ആവശ്യമായ വുഡും ഗൈസ്. നമുക്കേ നിങ്ങൾ അടുത്ത വീഡിയോ കമൻറ്റ് ചെയ്യും. നമ്മൾ ഈ വീടിന് ഈ സ്ട്രിപ്പിഡ് ലോഗോ വെച്ചാലാ എന്ത് പറയണം ഗൈസ്? ഗൈസ് നിങ്ങൾ കമൻറ്റ് ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യില്ലെങ്കിൽ സ്വന്തമായിട്ട് വെച്ചോളാം ഗൈസ്. സ്ട്രിപ്പിഡ് ലോഗോ വയ്ക്കാം. അല്ലെങ്കിൽ വേണ്ട, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വേണ്ട, ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ വേണ്ട, ഈ ഒരു സംഭവമുണ്ട്, ബാംബൂ ബ്ലോക്ക്. ഇത് വെച്ചാലോ? വേണ്ട, ഇത് കൊള്ളാമല്ലോ ഗൈസ്. കൈ കൊണ്ട് പൊളിക്കാൻ പറ്റുമോ? പൊളിക്കാൻ പറ്റും. പിന്നെ ഇത് വെച്ച് റാഫ്റ്റ് ഉണ്ടാക്കാം ഗൈസ്. നമുക്ക് അടുത്ത പ്രാവശ്യം കപ്പലുണ്ടാക്കി നമുക്ക് പൈരറ്റ് ഓഫ് ദ കരീബിയൻ സീ എന്നും പറഞ്ഞ് അങ്ങോട്ട് പോവാം. ഇതെന്താണ് ഗൈസ്? ഗൈസ് നല്ല തിളക്കമുണ്ടല്ലോ. വീട്ടിനകത്ത് വെച്ച് വെളിച്ചം വരുമോ? വരും ആയിരിക്കും. ഇത് കൊള്ളാം ഗൈസ്, ആ ചെടി കൊള്ളാം. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എനിക്ക് ഇത്ര എടുക്കാൻ പറ്റുള്ളൂ. കാരണം എനിക്ക് സ്കൂളിൽ പോകാൻ സമയമായി. അപ്പം അല്ല വേണ്ടത്, നമുക്കൊരു തത്തമ്മനെ ഫ്രണ്ടാക്കാം. ഓൾറെഡി ഉള്ള എൻ്റെ ഫ്രണ്ട് പോയി. പുതിയ തത്തമ്മയുടെ പേര് ഫിലിപ്പ് എന്നാക്കാം ഗൈസ്. കഴിഞ്ഞ തത്തമ്മയുടെ പേര് ഫിലിപ്പ് എന്നാണ് ഗൈസ്. നിങ്ങൾക്ക് ഈ നെയിം ടാഗ് പെട്ടെന്ന് കിട്ടാനുള്ള വല്ല വഴി ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ ഗൈസ്. നമുക്ക് നെയിം ടാഗ് കൊടുത്തിട്ട് അതിന് ഒരു പേരിടായിരുന്നു. നമുക്ക് സീഡ് എടുത്തിട്ട് ഒരു തത്തമ്മയില്ലല്ലോ ഗൈസ്. ഒരു ഗൈസ് അത് പൂവൻ കോഴിയായിരുന്നു. പശുമ്പാ ഒട്ടിട്ടു ചത്തുപോയി പാവം. നമുക്ക് വെള്ളത്തമ്മ കൊള്ളാമല്ലോ. ബ്രോ ഇങ്ങോട്ടാ ബ്രോ. ഇങ്ങോട്ടാ. അയ്യോ ചുറ്റൂടെ ആ വെള്ളത്തിൽ മുങ്ങിപ്പോയി. ഇങ്ങോട്ടാ ഡേ. ഗൈസ് ഒരു ചുവപ്പും മഞ്ഞയും നീലയൊക്കെ മിക്സ്ഡ് കളർ, അതിനെ ഫ്രണ്ടാക്കിയ കൊള്ളാമെന്ന് ഗൈസ്. ചുറ്റുടാവരി വരി വായി. നമുക്കിനിയിപ്പോൾ അവനെ തന്നെ ഫ്രണ്ടാക്കാം ഗൈസ്. പോയി. ഇതിന് എന്താണ് ശരി വരാത്ത? വരൂ ഗൈസ്, എന്നെ ആർക്കും വേണ്ട. എന്നെ ആർക്കും വേണ്ട. നിങ്ങൾക്ക് വേണമല്ലോ. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പം എല്ലാവർക്കും ബൈ.